റീനൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ചിക്കൻ ഗ്രേവിയാണ്. നല്ല അടിപൊളിയായിട്ട് എങ്ങനെയാണ് ചിക്കൻ ഗ്രേവി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്കിത് അപ്പം, ദോശ, നെയ്ച്ചോറ് ഇവിടെയൊക്കെ കൂടെ നമുക്ക് ഒഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ ഗ്രേവിയാണ്. ഞാനിവിടെ ഒരു 3/4 കിലോ ചിക്കനാണ് ഇതിന് വേണ്ടി എടുക്കുന്നത്. അപ്പോൾ നല്ല പോലെ കഴുകിയിട്ട് നമുക്ക് വെള്ളം ഊറ്റാനായിട്ട് വെക്കാം. അപ്പോൾ ഒരു പാത്രം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 തക്കാളിയാണ്. അതൊന്ന് പുഴുങ്ങി എടുത്തിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു വലിയ സൈസ് ഉള്ളി തന്നെ ഞാൻ ഇതിനെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഇതൊന്ന് അരിഞ്ഞു വെക്കാം. പിന്നെ ഞാനിവിടെ 2 പച്ചമുളകും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഒരു പീസ് പട്ടയും 2 ഗ്രാമ്പു 2 ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെല്ലുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് 2 പച്ചമുളകും 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് ഇത് വഴറ്റിയെടുക്കുക. പിന്നെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡർ, നമ്മൾ കാശ്മീരി ചില്ലി പൗഡറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്, അതും 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള ടൊമാറ്റോൻ്റെ ആ ഒരു പേസ്റ്റും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. പിന്നെ ഈ തക്കാളി നമ്മൾ അടിച്ചെടുത്ത ഈ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ആ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി കിട്ടണം. എന്നിട്ട് തുറന്ന് നോക്കിയിട്ട് നമുക്കിതിലേക്ക് ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് മാത്രം ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് പിന്നെ 1.5 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഏകദേശം ഒരു 10 മിനിറ്റ് വരെ അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിത് അരിഞ്ഞെടുക്കാം. ഒരു 20 അണ്ടിപ്പരിപ്പ് ചൂടുവെള്ളത്തിൽ കുതിർത്താനായി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കതൊരു ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ കറിക്കൊരു നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതുപോലെ നമ്മൾ പേസ്റ്റാക്കി അരച്ചെടുക്കണം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ചിക്കനൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച ഈ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ആ ഒരു ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമ്മൾ അതൊന്ന് കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. അധികമായി പോകരുത്, കാരണം ഈ ഗ്രേവി ലൂസായി പോവും. പിന്നെ 1 മിനിറ്റ് വരെയൊക്കെ നമ്മളിതൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അധികം ഒന്ന് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിലേക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഇതിലേക്ക് അങ്ങനെ പച്ചക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇങ്ങനെ നമ്മൾ പച്ചക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ചിക്കൻ ഗ്രേവി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് എന്തിൻ്റെ കൂടെയും സെർവ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ.